വെൽക്കം ബാക്ക് ടു ദിയാസ് ഹാപ്പി വേൾഡ്. എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? ഞാനൊന്നൊരു ചെറിയ സാധനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, ഒരു DIY. അപ്പം നമുക്കതൊന്ന് നോക്കാം എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പം യൂട്യൂബറായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മെയിൻലി കുറച്ച് സാധനങ്ങളുണ്ട്. എന്തൊക്കെയത്? ഒന്ന് നല്ലൊരു ക്യാമറ അല്ലെങ്കിൽ ഒരു മൊബൈൽ ക്യാമറ വേണം. അത് കഴിഞ്ഞ് വേണ്ടത് ഒരു നല്ല ട്രൈപോഡ്, ഒരു ബേസിക് ട്രൈപോഡെങ്കിലും അറ്റ്ലീസ്റ്റ്, ഒരു മൈക്ക്, അഫോർഡബിൾ മൈക്ക്. പിന്നെ വേണ്ട ഒരു അത്യാവശ്യ സാധനം, എല്ലാവരുടെയും സജഷൻ, റിംഗ് ലൈറ്റ്. റിംഗ് ലൈറ്റ് എനിക്കിപ്പോൾ എഫോർഡ് ചെയ്യാൻ വയ്യ, നല്ല കാശ. പിന്നെ നമ്മൾ കാശ് കുറഞ്ഞതെല്ലാം കപ്പ പിടിച്ച് വരുമ്പോൾ ചൈനയിൽ നിന്നാണ് വരുന്നത്, കൊല്ലങ്ങളും മാസങ്ങളും തന്നെ. എനിക്കിപ്പോൾ ചൈനയിൽ നിന്ന് ഒന്നും വാങ്ങിക്കണ്ടേ, എനിക്ക് ഒന്നല്ലെങ്കിൽ US അല്ലെങ്കിൽ കാനഡയിലുള്ള എന്തെങ്കിലുമൊക്കെ പ്രോഡക്റ്റ് മതി എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതൊന്നും ഇപ്പോൾ വാങ്ങിക്കുന്നില്ല. അപ്പോഴാണ് ഞാൻ ചിന്തിച്ചത്, നമ്മൾ ഇവിടുത്തെ ലോക്കൽ ഒരു ഡോളർ ട്രീ ഉണ്ട്. ഡോളർ ട്രീ പോയി നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ എനിക്കൊരു സ്വഭാവമുണ്ട്, സാധനങ്ങൾ വാങ്ങിക്കാൻ പോകും. ചില സമയത്ത് വെറുതെ ഇങ്ങനെ അയിലിൽ കൂടെ ഞാനിങ്ങനെ നടന്ന് പുതിയ പ്രോഡക്റ്റ്സ് എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ കണ്ടാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ. അങ്ങനെ ഒരു ദിവസം തപ്പിക്കൊണ്ട് നടക്കുമ്പോൾ ഞാൻ ഒരു ഐറ്റം കണ്ടു. അപ്പം ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വന്നത് റിംഗ് ലൈറ്റാണ്. ഇത് നമ്മളുടെ ഡെക്കോർ റീത്ത് ഉണ്ടാക്കില്ലേ, അതിൻ്റെ ബേസാണ്. മറ്റേ ഫ്ലവർ അറേഞ്ച്മെൻറ്റിനൊക്കെ ഉള്ളൊരു ബേസാണ്. അപ്പം ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് റിംഗ് ലൈറ്റാണ് ഓർമ്മ വന്നത്. വലിയ പ്രശ്നമില്ലാത്തൊരു ഇതായിട്ട് തോന്നി. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊന്ന് റിംഗ് ലൈറ്റ് ഉണ്ടാക്കി നോക്കിയാലോ എന്ന് കരുതി ഞാൻ. അപ്പോൾ അതിനുള്ള സാധനങ്ങളെല്ലാം റെഡിയാക്കി ഞാൻ ഇരിക്കുകയാണ്. നമുക്കിത് പരീക്ഷിക്കാം. വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ ഒന്നും ചിലവാക്കിയിട്ടില്ല ഞാൻ ആ കാര്യമായിട്ട്. എത്ര കോസ്റ്റ് വന്നു എന്നുള്ളത് ഞാൻ പറയാം. പഴയ സാധനങ്ങൾ, ബാക്കിയെല്ലാം പഴയത് വീട്ടിലുള്ള ഓരോ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം റിംഗ് ലൈറ്റ് എങ്ങനെ വീട്ടിലുണ്ടാക്കാൻ പറ്റും, സക്സസ്ഫുൾ ആവുമോ എന്നൊക്കെ നോക്കാം. എങ്ങനെ ഇതൊക്കെ പിടിപ്പിക്കുക, എവിടെ ഇടും, എന്താ ചെയ്യുക എന്നുള്ളതൊക്കെ ഒന്നും എനിക്ക് ഐഡിയ ഇല്ല കേട്ടോ. ഞാൻ ഇത് കണ്ടു, ഞാൻ എടുത്തു, ബാക്കി നമുക്ക് ചെയ്യാം. ഇത് സക്സസ്ഫുൾ ആയില്ലെങ്കിൽ ഒന്നുമില്ല, ഇത് എടുത്തിട്ട് ഞാൻ ക്രിസ്മസിന് ഒരു റീത്ത് ഉണ്ടാക്കും അതിൻ്റെ മുകളിൽ കൂടെ. അത്രേ ഉള്ളൂ. റീസൈക്കിൾ, റീയൂസ്, അത്ര തന്നെ. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് പരീക്ഷിച്ച് നോക്കാം, എങ്ങനെ പോകുന്നു നോക്കാമല്ലോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക. സജഷൻസ് കമൻറ്റിൽ ഇടുക. നിങ്ങൾക്ക് എന്തെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ പരീക്ഷിച്ച് നോക്കാം കേട്ടോ. എന്തെങ്കിലും സാധനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പരീക്ഷിക്കാം, അഫോർഡബിൾ ആണെങ്കിൽ. കൂടുതൽ കാശുള്ളൂ എന്നോട് പറയരുത്. പിന്നെന്താണ്, ബാക്കി വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണുക. കുറച്ച് ഡിഫറൻസസ് ഞാൻ വരുത്തുന്നുണ്ട്. എനിക്ക് കുറേ സജഷൻസ് വന്നു വീഡിയോസിൻ്റെ തംബ്നെയിലും കാര്യങ്ങളും. അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ റെഡിയാക്കിക്കൊണ്ടിരിക്കാം. അതെല്ലാം ചെയ്യണം. നോക്കട്ടെ എത്രത്തോളം ആവുമെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് ലെറ്റ്സ് വാച്ച് ദ വീഡിയോ. അപ്പോൾ ഇതാണ് സാധനങ്ങൾ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. വാട്ട് ഓൾ നീഡ് ഇസ്, ഒന്ന് ഇത് എന്തെങ്കിലും ഒരു വയർ ബേസ്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഫ്ലവർ അറേഞ്ച്മെൻറ്റ് ചെയ്യുന്ന ബേസാണിത്. ഇതിനകത്താണ് നോർമലി മറ്റേ സ്പഞ്ച് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ സെൻറ്റർ പീസൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത്, ഇല്ലെങ്കിൽ റീത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഡെക്കറേറ്റീവ് റീത്ത് ഉണ്ടാക്കില്ലേ ആ സാധനം. ഞാനൊരു കാർഡ്ബോർഡ് ബോക്സ് എടുത്തു, പഴയ ഒരു ബോക്സ് ഒന്ന് കീറി എടുത്തതാണ്, ജസ്റ്റ് ഇതിൻ്റെ ഒരു സർക്കംഫറൻസിൽ കിട്ടുന്ന പോലെ. എന്നിട്ട് ചെയ്യേണ്ടത് ഇത് മാർക്ക് ചെയ്യുക, ഔട്ടർ ലൈനും മാർക്ക് ചെയ്യുക, ഇന്നർ ലൈനും മാർക്ക് ചെയ്യുക. നമുക്കിത് വെട്ടിയെടുക്കണം. പിന്നെ വേണ്ടത് സിസേഴ്സ്, ഒരു എക്സാക്ടോ നൈഫ്. ഇത് പ്ലാസ്റ്റിക് ടൈസ് കിട്ടൂലേ, ആ സാധനമാണ് മൾട്ടിപ്പർപ്പസ് ടൈസ് എന്ന് പറഞ്ഞിട്ട്. ഇത് ഞാൻ ഡോളറമയിൽ നിന്ന് വാങ്ങിച്ചത്. പണ്ട് എൻ്റെ കയ്യിൽ ഉള്ളതാട്ടോ, ഞാൻ പുതിയതായിട്ട് വാങ്ങിച്ചതല്ല ഇത്. സോ 40 നമ്പേഴ്സ് ഉണ്ട് ഇതിൽ, അപ്പോൾ കുറച്ച് ബാക്കിയുള്ളതെന്ന് അതെടുത്തു. ഇതെൻ്റെ പഴയ TVയുടെ ഒരു സ്ട്രിപ്പ് ലൈറ്റാണ്, LED സ്ട്രിപ്പ് ലൈറ്റ്. അപ്പോൾ ഞാൻ അതെടുത്തു, അതായിരിക്കും ഇതിൻ്റെ മുകളിൽ വെക്കുന്നത്. പിന്നെ ഒരു റിഫ്ലക്റ്റീവ് ഇതായിട്ട് നമ്മുടെ ഫോയിൽ പേപ്പർ, അലൂമിനിയം ഫോയിലിൻ്റെ പേപ്പർ. അപ്പോൾ ഇത് നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാക്കണമെന്ന്. ആദ്യം ചെയ്യേണ്ടത്, ആസ് ഐ ടോൾഡ് യു, ഇത് മാർക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഈ ലൈൻസ് വെച്ചിട്ട് വെട്ടിയെടുക്കണം. അപ്പോൾ ഞാനത് ചെയ്യട്ടെ കേട്ടോ.
കട്ട് ചെയ്ത് എടുത്തു ഞാൻ ഓൾറെഡി. ഇനി ഇതിനെ അറ്റാച്ച് ചെയ്യണം ഇതിൻ്റെ മുകളിൽ. അപ്പോൾ ഞാനിപ്പോൾ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ജോയിൻ്റ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ഞാൻ ഇവിടെ കണക്ട് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. കണക്ട് ചെയ്യാനായിട്ട് ഈ സാധനം വെച്ച് കണക്ട് ചെയ്താലോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കണക്ട് ആവോ നോക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ഗ്ലൂ വെച്ചിട്ടോ അല്ലെങ്കിൽ വേറെ വയർ എന്തെങ്കിലും വെച്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെ എടുത്തിട്ട് ബാഗ് ടൈ ചെയ്യുന്ന സാധനമാണ് കേട്ടോ. അപ്പോൾ ഇത്ര ടൈറ്റായിട്ട് ഇരിക്കുന്നു നിങ്ങൾ നോക്കട്ടെ. അങ്ങോട്ട് ഇത് അറ്റാച്ച് ആയിട്ടുണ്ട്. ഇത് വലിയ കുഴപ്പമില്ല. അപ്പോൾ ഒരെണ്ണം ഓപ്പോസിറ്റ് സൈഡിൽ കൂടി ഞാൻ ചെയ്യാൻ പോവാ. 2 എണ്ണം മതിയാവും ഇത് അറ്റാച്ച് ചെയ്യാനാട്ടോ, അത്ര അധികം വെയിറ്റ് ഇല്ലല്ലോ, അപ്പോൾ കുഴപ്പമില്ല. എന്നിട്ട് ഈ ഇതിൽ ഞാനിപ്പോൾ ഈ ജോയിൻറ്റിൻ്റെ അവിടെ ഈ കട്ട് എന്തിനാണ് വരുത്തിയെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും സ്റ്റാൻഡായിട്ട് പിടിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ പിടിപ്പിക്കാമല്ലോ. അതിന് വേണ്ടിയിട്ടാണ്. നമുക്ക് നോക്കാം എങ്ങനെയാവും എന്നുള്ളത്. ഐ എം നോട്ട് ഷുവർ അബൌട്ട് ഇറ്റ്. എന്തായാലും ഇനിയിപ്പം രണ്ടാമത്തെ ഇതും കൂടി ഒന്ന് ഇവിടെ പിടിപ്പിക്കട്ടെ, എന്നിട്ടത് കട്ട് ചെയ്ത് കളയാം. A few moments later. ഇനി ഇതിൻ്റെ എൻഡൊന്ന് നമുക്ക് കട്ട് ചെയ്ത് കളയാം. ക്ലീൻ ആയല്ലോ. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് അപ്പോൾ 3 എണ്ണം ഫിക്സ് ചെയ്തു. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഫോയിൽ ചുറ്റണം. ചെറിയ ചെറിയ പീസസ് ആയിട്ട് ഫോയിൽ ഫുള്ള് ഞാൻ കവർ ചെയ്തു. ഇനിയില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രിപ്പ് ലൈറ്റ് പിടിപ്പിക്കണം. ഞാൻ ചെറിയ പീസ് ഡബിൾ സൈഡ് ടേപ്പ് ഇതിൽ വെക്കുകയാണ്. അപ്പം നമുക്കിങ്ങനെ മാക്സിമം ഇതിൽ കവർ ചെയ്യുന്ന പോലെ ഒട്ടിച്ചൊട്ടിച്ച് പോവാം. ആ ചെക്കനെ എവിടെയോ കൊണ്ടുവച്ചിരിക്കുന്ന റിമോട്ട്. ചിക്കുന്റെ ഒരു ഒബ്സെഷൻ ആണ്, അവന് റിമോട്ട് ഭയങ്കര ഇഷ്ടം. അപ്പൊ ഇതിന്റെ റിമോട്ട് എപ്പോഴും കൊണ്ടു നടക്കും. അയ്യോ, ഇനി ഇത് കണ്ടുപിടിക്കേണ്ടി വരും. എനിവേസ് എന്തായാലും സാധനം വർക്ക് ചെയ്യുന്നുണ്ട്, വലിയ കുഴപ്പമൊന്നുമില്ല കാണാനും. അപ്പൊ നമുക്ക് ഇത് ഡിസ്കണക്ട് ചെയ്യാം. എന്നിട്ട് ഇതിനെ എന്തിലേക്കാ പിടിപ്പിക്കാന്നുള്ളത് നമുക്കത് നോക്കാം. അപ്പൊ ഞാൻ സാധനം എടുത്തിട്ട് വരട്ടെ പിടിപ്പിക്കാനുള്ളത്. ഞാനിപ്പോൾ പിടിപ്പിക്കാൻ പോണത് ഒരു
സെൽഫി സ്റ്റിക്കാണ് കേട്ടോ. എൻ്റെ കയ്യിൽ ഒരു പഴയത് ഇരിപ്പുണ്ടായിരുന്നത്. ഇത് ഇത്തിരി പിടിപ്പിക്കാൻ പാടാണെന്ന് തോന്നുന്നുണ്ട് എനിക്ക്. ഇരിക്കുമെന്ന് അറിയില്ല. ലെറ്റ് മീ സീ. ഐ എം ജസ്റ്റ് യൂസിങ് ആ മറ്റേ ടൈ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് റിംഗ് ലൈറ്റ് ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ. ഇത് നല്ല രസമുണ്ട്. ഇത് കറക്റ്റാ. പുറകിൽ രുദ്ര കിടന്ന് ഗോഷ്ടി കാണിച്ചോണ്ടിരിക്കണ്ടേ, ഡോണ്ട് മൈൻഡ്. ഇപ്പൊ നിങ്ങക്ക് എന്റെ മുഖമൊക്കെ ശരിക്കും കാണാൻ പറ്റുന്നുണ്ടല്ലോ. അയ്യോ എന്തൊരു കോലമാണ്. ഇത് ഫിക്സ് ചെയ്തൊക്കെ ശരിയായിട്ടുണ്ട്. ഇതിപ്പോ ഞാൻ മൾട്ടി കളർ റിംഗ് ഇതാണ്, LED ലൈറ്റാ. അപ്പം അത് കാരണം എല്ലാ ലൈറ്റ്സും ഇതിൽ വർക്കൗട്ട് ചെയ്യും. കാണിച്ചത് ഇതിപ്പോൾ വൈറ്റ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇതിപ്പോൾ ബ്ലൂ. അയ്യോ ഇത് ഗ്രീൻ ആൻഡ് ദിസ് ഇസ് റെഡ്. സി, അപ്പോൾ ഇത് മുഴുവൻ കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വൈറ്റിലേക്ക് തിരിച്ചു പോകുന്നു. ആൻഡ് ദിസ് ലൈറ്റ് ഇസ് വിത്തൗട്ട് ദ റൂമിലെ ലൈറ്റ്. ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് ഇടാണ്ട്. എടാ ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് ഇട്ടെ, ബാത്റൂമിൽ ലൈറ്റ് ഇട്ടെ. കണ്ടോ? അപ്പൊ ഇത് സക്സസ്ഫുൾ ആയി. അമേസിംഗ് ആയിട്ടൊരു റിംഗ് ലൈറ്റ് ഞാൻ ഉണ്ടാക്കി. കുഡോസ്. അപ്പൊ നിങ്ങള് വല്ലാണ്ട് കാശൊന്നും കളയണ്ട. വീട്ടിൽ ഈ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ വെച്ച് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് റിംഗ് ലൈറ്റ് ഉണ്ടാക്കാം കേട്ടോ. ഓവർ ദ ടോപ്പ് ഒന്നും പോകേണ്ട കാര്യമില്ല. ആകെ വേണ്ടത് എനിക്കിപ്പോൾ തോന്നിയിരിക്കുന്ന ഈ ടിവിയുടെ ഒരു സ്ട്രിപ്പ് ലൈറ്റ് ഉണ്ടെങ്കിൽ അത് മതി. അതും ആ ഒരു ഇപ്പൊ എനിക്ക് ചെലവായിരിക്കുന്നത്, എനിക്ക് വീട്ടിലില്ലാത്ത എനിവേസ് എനിക്ക് ആകെ ചെലവായത് $1.25 മാത്രമാണ്. ബാക്കി എല്ലാ സാധനങ്ങളും വീട്ടിലുള്ളത് വെച്ചിട്ടാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത. ആ ബേസ് റിംഗ് മാത്രമേ ഉള്ളൂ ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചതിട്ട്. ബാക്കി എല്ലാം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് വെച്ച് തന്നെയാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ഇത് നിങ്ങൾക്കും ഉപകാരപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നു. ഐ എം സോ ഹാപ്പി ബിക്കോസ് ഞാൻ കുറേ ആയി റിംഗ് ലൈറ്റ് തപ്പി നടക്കണേ. I didn't think that this will work out. This worked out so well. Oh my god. ഇനി നമ്മുടെ മേക്കപ്പ് വീഡിയോസിനൊക്കെ യൂസ് ചെയ്യാം. മേക്കപ്പ് വീഡിയോസ് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് മേക്കപ്പ് ഒന്നും ഇപ്പൊ ചെയ്യാൻ പറ്റില്ല എന്തായാലും. ഇത് കാരണം ഐ ഷാഡോയും കുറച്ച് ലിപ്സ്റ്റിക്കും ഇട്ടിട്ടാണ് ഞാൻ ഇപ്പോൾ പുറത്തിറങ്ങി ചെത്തി നടക്കുന്നത്. ബാക്കിയൊന്നും ഞാൻ ചെയ്യാറില്ല. സോ ട്രൈ ഇറ്റ് ഔട്ട്. നിങ്ങളും ചെയ്ത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കി നോക്കാം. ഐ എം സോ ഹാപ്പി ചെയ്ത് വർക്കൗട്ട് ചെയ്തത്. പിന്നെന്താ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ ലൊട്ടലൊടുക്ക വീഡിയോസ് ആയിട്ട് ഞാൻ ഇനി വരുന്നതായിരിക്കും. അപ്പോഴത്തേക്ക് ടാറ്റാ.